ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എഫേസ്യ ലേഖനത്തിൽ സഭയെക്കുറിച്ചുള്ളതാകുന്ന ഒരു വലിയ വെളിപ്പാട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ക്രിസ്തുവിനോടുകൂടെ വിശ്വാസികൾ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു എന്നതാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സഭ എന്നത് ഒരു മർമ്മമാണ്. അത് ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ അനാദികാലം മുതലേ മറഞ്ഞിരിക്കുന്ന ഒരു മർമ്മമാണ്. തിരുവെഴുത്തിൽ ഏതാണ്ട് 18 മർമ്മങ്ങളെ കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് മുഴുവനും ഇപ്പോൾ ചിന്തിക്കുവാനായിട്ടുള്ള സമയമില്ല. ജാതികളെ വീണ്ടെടുക്കുവാനുള്ള ദൈവിക പദ്ധതി ഒരിക്കലും മറഞ്ഞിരുന്ന ഒരു മർമ്മമായിരുന്നില്ല എന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ലോകത്തിലുള്ള സകലരെയും അനുഗ്രഹിക്കുന്നതിനായി ജാതീയനായിരുന്ന അബ്രഹാമിൽ നിന്ന് ഒരു സന്തതി ജനിക്കേണ്ടതായിരുന്നു എന്നത് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്കറിയാം. ഗലാത്യ ലേഖനം 3:8 ആ കാര്യം എടുത്തു പറയുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയായി യഹൂദന്മാരും ജാതികളും ഒരു ശരീരമായി തീരും എന്നുള്ള വലിയ മർമ്മമായിരുന്നു യുഗങ്ങളായി ദൈവത്തിൽ മറഞ്ഞു കിടന്നിരുന്നത് എന്നത് വ്യക്തമാണ്. ഇപ്രകാരം ഒരു ശരീരമാക്കപ്പെട്ട സഭയെ സംബന്ധിക്കുന്ന അടിസ്ഥാന ഉപദേശങ്ങൾ, സഭയുടെ സ്ഥാനം, ഐക്യത, നടപ്പ്, ഭാവി തുടങ്ങിയ വിഷയങ്ങളെയെല്ലാം സവിസ്തരം പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പസ്തോലനായ പൗലോസിന്റെ ഈടുറ്റ ലേഖനങ്ങളിലാണ്. അത് എഫേസ്യ ലേഖനം 2, 3, 4, 5, അതേപോലെ കൊലോസ്യ ലേഖനം 1, റോമാലേഖനം 12, 1 കൊരിന്ത്യ ലേഖനം 12 തുടങ്ങിയ അധ്യായങ്ങളിൽ നമുക്കത് വ്യക്തമായി കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എഫേസ്യ ലേഖനം 5:27 തേജസ്സേറിയ സഭ എന്നത് അവിടെ പരാമർശിക്കുകയാണ്. സഭയെ വിശുദ്ധീകരിച്ച് കറ, ചുളുക്കം മുതലായവ ഇല്ലാതെ ശുദ്ധവും നിഷ്കളങ്കവുമായി നിർത്തേണ്ടതിനായി പ്രവർത്തിക്കുന്ന തേജസ്സുള്ള സുവിശേഷം നിമിത്തവും അതിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ തേജസ്സേറിയ ശക്തി നിമിത്തവും സഭ തേജസ്സോടെ നിൽക്കുന്നു എന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. വിശുദ്ധന്മാർ പ്രാപിക്കുവാൻ പോകുന്നത് തേജസ്സുള്ള ശരീരമാകയാൽ സഭ തേജസ്സുള്ള അനുഭവം പ്രാപിക്കുമെന്ന് ഫിലിപ്പിയ ലേഖനം 3:21 വ്യക്തമാക്കുകയാണ്. ഈ സഭയെ അധ്യക്ഷത വഹിക്കേണ്ടതിന് ദൈവം സഭയിൽ മൂപ്പന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അവരുടെ പ്രധാന 6 കൽപ്പനകളെ കുറിച്ച് 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കണം, മേയിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനെ വളരെ ഉദവിയോടുകൂടെ, കാരുണ്യത്തോടുകൂടെ, അല്ലാതെ അതിനെ കൊള്ളയടിക്കുകയോ അതിനെ ഞെക്കിപ്പിഴിഞ്ഞതിന്റെ ചാറുകൂറ്റി എടുക്കുകയല്ല ചെയ്യേണ്ടത്. അതാണ് ആ മൂപ്പനെ സംബന്ധിച്ചിടത്തോളം ദൈവം ഉദ്ദേശിക്കുന്നത്. 2-ാമത്തെ കാര്യം ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തിന് അധ്യക്ഷത ചെയ്യുക. 3-ാമത്തെ കാര്യം ദൈവത്തെയും അവന്റെ ആട്ടിൻകൂട്ടത്തെയും മനസ്സോടെ സേവിക്കണം എന്നുള്ളതാണ്. 4-ാമത്തെ കാര്യം ദുരാഗ്രഹത്തോടെ അല്ല, ഉന്മേഷത്തോടെ ശുശ്രൂഷ ചെയ്യണം എന്നതാണ്. 5-ാമത്തെ കാര്യം ദൈവത്തിന്റെ അവകാശത്തിന്മേൽ കർത്തൃത്വം നടത്തുന്നവരായിരിക്കരുത് എന്നുള്ളതാണ്. 6-ാമത്തെ കാര്യം ആട്ടിൻകൂട്ടത്തിന് മാതൃകയായിരിക്കണം തുടങ്ങിയവ അവിടെ പറയുമ്പോൾ 1 തീമോത്തിയോസിന്റെ ലേഖനം 3:1-7 വരെയുള്ള വാക്യങ്ങളില് അവരെപ്രകാരമായിരിക്കണമെന്ന് ആ അധ്യക്ഷനെ കുറിച്ച് പറയുമ്പോൾ അവൻ നിരപവാദ്യനായിരിക്കണം, ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം, നിർമ്മതനായിരിക്കണം, ജിതേന്ദ്രിയനായിരിക്കണം, ദ്രവ്യാഗ്രഹമില്ലാത്തവനായിരിക്കണം, പുതിയ ശിഷ്യൻ അരുത്, ഉപദേശിക്കുവാൻ നല്ല സാമർഥ്യമുള്ളവനായിരിക്കണം, മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ വളർത്തുന്നവനായിരിക്കണം. തുടങ്ങിയ കാര്യങ്ങളെല്ലാം, അനേക കാര്യങ്ങൾ അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഇന്ന് പലപ്പോഴും അധികാര കസേരകൾക്ക് വേണ്ടിയുള്ളതാകുന്ന വടംവലിയും മറ്റുള്ളവർ അധ്വാനിച്ചുണ്ടാക്കിയ സഭകളെ കൊള്ളയടിക്കുന്നതായ അനുഭവങ്ങളും ഇതൊക്കെയാണ് നമുക്ക് പലയിടങ്ങളിലും കാണുവാനായിട്ട് കഴിയുന്നത്. ഏതെങ്കിലും വിധത്തിൽ അധികാരത്തിൽ, വോട്ടിന്റെ സ്വാധീനത്തിലൊക്കെ കയറി ഈ കാലങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പ്രത്യേകിച്ച് ആ ട്രാൻസ്ഫറുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ
ഇല്ലാത്തവനെ എന്നും ഇല്ലാത്ത അവസ്ഥയിലും മറ്റുള്ളവനെ എന്നും ഉയർന്ന അവസ്ഥയിലേക്കും കൊണ്ടുപോയി ഒരു കൂട്ടത്തെ തീറ്റിപ്പോറ്റി വളർത്തിയെടുക്കുന്നു. അവർക്ക് സ്തുതിപാഠകരായി കൂടെ നിർത്തുന്ന അനുഭവങ്ങള്. ഇതൊന്നുമല്ല ദൈവം സ്ഥാപിച്ച സഭയിൽ നടക്കേണ്ടുന്നതായ കാര്യങ്ങൾ. ഇവിടെ നമ്മൾ വായിച്ചതുപോലെ ഈ തീമോഥെയോസിന്റെ ലേഖനത്തിലും അതേപോലെ പത്രോസിന്റെ ലേഖനത്തിലും ഒക്കെ പറയുമ്പോൾ ഒരു ഇടയൻ, ഒരു അധ്യക്ഷൻ എങ്ങനെയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുക. ഇന്ന് രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്ന അല്ലെങ്കിൽ ആ നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കി എടുക്കേണ്ടതിന് വേണ്ടി ശമരിയയിലെ രാജാവായ ആഹാബ് പദ്ധതി ഒരുക്കുന്നതും അവന്റെ ഭാര്യ ഈസബേൽ അതിന് ഒത്താശ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ ആ നാബോത്തിനെ കള്ളത്തരം പറഞ്ഞ് കല്ലെറിഞ്ഞ് കൊല്ലിക്കുന്നതാണല്ലോ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ പിന്നത്തേതിൽ അവിടെ കാണുവാൻ കഴിയുന്നത് ആഹാബിനെ കുറിച്ച് നാബോത്തിന്റെ രക്തം നക്കിയ സ്ഥാനത്ത് വെച്ച് നായ്ക്കൾ അവന്റെ രക്തം നക്കുമെന്നും ഈസബേലിനെ പട്ടണത്തിന്റെ മതിലിൽ വെച്ച് നായ്ക്കൾ തിന്നുകളയുമെന്നും ആഹാബിന്റെ സന്തതിയിൽ അതേ പട്ടണത്തിൽ മരിക്കുന്നവരെ നായ്ക്കൾ തിന്നുകളയുമെന്നും അതേപോലെ വയലിൽ മരിക്കുന്നവരെ പക്ഷികൾ തിന്നുകളയുമെന്നും ഒക്കെയുള്ളതാകുന്ന ശാപമേറിയ അനുഭവങ്ങള് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ചരിത്രം പഠിക്കുമ്പോൾ അത് അപ്രകാരം തന്നെ സംഭവിക്കുകയും ചെയ്തു. അതേ പ്രിയമുള്ളവരെ, ദൈവം തന്റെ ചങ്കിലെ ചോര കൊടുത്തു വാങ്ങിയ സഭയെ അതിനെ കുട്ടിച്ചോറാക്കി കളയുവാനായിട്ട് ദൈവം ആരെയും അനുവദിക്കുകയില്ല. എന്നാൽ അതിനെ പരിപാലിച്ച് ദൈവം ഒരുപക്ഷെ അധ്യക്ഷന്മാരെ ആക്കി വെക്കുമ്പോൾ ഈ പറയപ്പെട്ട നേരത്തെ നമ്മൾ കണ്ടതുപോലെ വളരെ വില കൊടുത്ത് സമർപ്പണത്തോടുകൂടെ അതിനെ പരിപാലിച്ചു കൊണ്ടുപോവുകയാണ് ആവശ്യം. അതല്ല എങ്കിൽ ഉയർത്തിയവൻ തന്നെ താഴ്ത്തുകയും ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആയതുകൊണ്ട് പ്രിയ ദൈവത്തിന്റെ ജനമേ, നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് വളരെ ഗൗരവത്തോടുകൂടി അതിന് നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്നുള്ള ആ ഉത്തരവാദിത്തത്തോടുകൂടി ദൈവത്തിന്റെ സഭയിലായിരിക്കാൻ ഏവർക്കും ഇടയായി തീരട്ടെ. ആ ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കാമല്ലോ. ഉണരൂ സഭയെ ഉണരൂ, സടകുടഞ്ഞെഴുന്നേൽക്കൂ. ഉണരൂ സഭയെ ഉണരൂ, സടകുടഞ്ഞെഴുന്നേൽക്കൂ. സമയമിതന്ത്യനാളുകളായി സുവിശേഷത്തിൻ ഗർജനമായി, സമയമിതന്ത്യനാളുകളായി സുവിശേഷത്തിൻ ദർശനമായി. ഉണരൂ സഭയെ ഉണരൂ, സടകുടഞ്ഞെഴുന്നേൽക്കൂ. ഉണരൂ സഭയെ ഉണരൂ, സടകുടഞ്ഞെഴുന്നേൽക്കൂ.